എല്ലാവരെയും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 10ാം ക്ലാസ്സിലെ സാധ്യതകളുടെ ഗണിതത്തിലെ അവസാന ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. In a class 10, there are 30 boys and 20 girls. In 10B, there are 15 boys and 25 girls. One student is to be selected from each class. First question, what is the probability of both being girls? Second, what is the probability of both being boys? Third, what is the probability of one boy and one girl? Fourth, what is the probability of at least one boy? പത്ത് എ ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ്? ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ്? ഇത്രയും ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 10 എ ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10 എ ക്ലാസ്സില് 30 ആൺകുട്ടികളും 30 boys and 20 girls. 30 boys and 20 girls. 10Bയില് 15 boysഉം 25 girlsഉം. 15 boys and 25 girls. 15 boys and 25 girls. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 10th Aയിൽ എത്ര സ്റ്റുഡൻസ് ആണ് വരുന്നത്? ടോട്ടൽ ഈസ് ഈക്വൽ ടു 30 plus 20 equal to 50. 10th Bയിൽ എത്ര ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ടാവും? ടോട്ടൽ ഈസ് ഈക്വൽ ടു 15 plus 25 equal to 40 students. 10th Aയിൽ 50 സ്റ്റുഡൻസും 10th Bയിൽ 40 സ്റ്റുഡൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ജോഡികൾ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം. ടോട്ടൽ പേഴ്സ് ആകെ ജോഡികൾ ഈക്വൽ ടു ടോട്ടൽ പേഴ്സ് ഈക്വൽ ടു 50 into 40 equal to 2000 pairs. 2000 pairs ഉണ്ടാക്കാം. ഇതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണെന്നാണ്. രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ 10th Aയിൽ 20 ഗേൾസ് ഉണ്ട്. അതുപോലെ തന്നെ 10th Bയിൽ 25 ഗേൾസ് ഉണ്ട്. 10th Aയിൽ എത്ര ഗേൾസ് ആണുള്ളത്? 20 ഗേൾസ്. 10th Bയിൽ എത്ര ഗേൾസ് ആണുള്ളത്? 25 ഗേൾസ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഗേൾസ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾസിന്റെ എത്ര ജോഡികളുണ്ട്? രണ്ടും ഗേൾസ് ആകുന്ന എത്ര ജോഡികളുണ്ട്? ബൈ ടോട്ടൽ എത്ര ജോഡികളുണ്ട് നോക്കിയാൽ മതി. അപ്പൊ നമ്പർ ഓഫ് പേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സ് both being girls equal to number of pairs both being girls is equal to എത്ര ആയിരിക്കും വരിക? 20 ഗേൾസും 25 ഗേൾസും ആണ് വരുന്നത്. 20 into 25 is equal to 20 into 25 equal to എത്ര വരും? 20 into 25 equal to 500 pairs വരും. 500 ജോഡികളാണ് ബോത്തും ഗേൾസ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 500 by 2000. പ്രോബബിലിറ്റി ഈക്വൽ ടു 500 by 2000. രണ്ട് സീറോ ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി 5 by 20 is equal to 1 by 4. 5 by 20 equal to 1 by 4. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്?
What is the probability of both being boys? What is the probability of both being boys? ഇതില്ലേ 10 Aയിൽ 30 ബോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ 10 ബിയിൽ 15 ബോയ്സും ആണ്. 10 Aയിൽ 30 ബോയ്സും വരുന്നുണ്ട്, 10 ബിയിൽ 15 ബോയ്സും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇതിൽ രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 10 Aയിൽ എത്ര ബോയ്സ് ഉണ്ട് നോക്കുക, അത് 30 ബോയ്സ് ആണ് വന്നിരിക്കുന്നത്. 10 ബിയിൽ എത്ര ബോയ്സ് ഉണ്ട് നോക്കുക, അത് 15 ബോയ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പേഴ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് പേഴ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സ് ഈക്വൽ ടു 30 into 15. 30 into 15. 30 into 15 equal to 0. 450 pairs. 450 pairs both boys ആണ് വരുന്നത്. 450 pairs both boys ആണ് വരുന്നത്. 500 pairs both girls ആണ് വന്നിരുന്നത്. ഇപ്പം 450 pairs both boys ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഈക്വൽ ടു number of pairs both being boys divided by total pairs. Number of pairs both being boys divided by total pairs. അല്ലേ? രണ്ടും ആൺകുട്ടികളാകുന്ന പേഴ്സ് എത്ര ഉണ്ട്, അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ ടോട്ടൽ ആകെ എത്ര ജോഡികളുണ്ട് അത് ഡിനോമിനേറ്ററിലാണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടു 450 by 2000. 450 by 2000. ഓരോ സീറോ ക്യാൻസൽ ചെയ്യാം, ബാക്കി എത്ര ഉണ്ടാവുക? 45 by 200. 45 by 200. ഇതിന്റെ ലോവസ്റ്റ് ഫോം 5 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യാം. 9 by 40. 9 by 40. ഇതാണ് സെക്കൻഡ് ആൻസർ. പിന്നെ ചോദിച്ചിരിക്കുന്നത് തേർഡ് സപ്പോസ് ചോദിച്ചിരിക്കുന്നത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ? ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് എ ഗേൾ? ഇപ്പൊ തേർഡിന്റെ ആൻസർ എഴുതാം. ഇതില് 450 എണ്ണം 500 എണ്ണം ബോത്തും ഗേൾസ് ആണ്, അതുപോലെ തന്നെ 450 ബോത്തും ബോയ്സും ആണ്. 500 എണ്ണം ബോത്തും ഗേൾസ് ആണ്, 450 ബോത്ത് ബോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമ്പർ ഓഫ് pairs of one boy and one girl. One boy and one girl is equal to number of pairs is equal to 2000 minus 2000 pairs നിന്ന് ബോത്തും ഗേൾസ് ആവുന്ന പേഴ്സ് എത്രയാണ്? 500 പ്ലസ് രണ്ട് ബോയ്സ് ആവുന്ന പേഴ്സ് എത്രയാണ്? 450. സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക? 2000 മൈനസ് 950 is equal to 1050. 1050 പേഴ്സിൽ വൺ ബോയ് ആൻഡ് വൺ ഗേൾ ആണ് വരുന്നത്. 1050 പേഴ്സിൽ വൺ ബോയ് ആൻഡ് വൺ ഗേൾ ആണ് വരുന്നത്. എന്നിട്ട് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു number of pairs of one boy and one girl is equal to 1050 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതാ? വൺ ബോയും വൺ ഗേളും 1050 പേഴ്സിലാണ് വരുന്നത്. വൺ ബോയ് ആൻഡ് വൺ ഗേൾ. അപ്പൊ 1050 ഡിവൈഡഡ് ബൈ 2000. ടോട്ടൽ പേഴ്സ് 2000. ഇവിടെ 10 ക്യാൻസൽ ചെയ്യാം. ഈസ് ഈക്വൽ ടു 105 by 200 വരും. 105 by 200 equal to numerator denominator divided by 5. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 21 by 40.
അതാണ് തേർഡ് ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നു, ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണെന്ന്. ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എ ബോയ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എ ബോയ്? അപ്പൊ ഇതില് ഒരു ബോയ് എങ്കിലും ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫോർത്തിന്റെ നമ്പർ ഓഫ് പേഴ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് പേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സ് of at least one boy, at least a boy is equal to number of pairs is equal to number of pairs is equal to 2000 pairs നിന്ന് ഏതൊക്കെ സബ്ട്രാക്ട് ചെയ്യണം? ബോത്തും ഗേൾസ് ഉള്ളത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ബോത്തും ഗേൾസ് ഉള്ളത് മാത്രം സബ്ട്രാക്ട് ചെയ്താൽ മതി. എത്രയാണ് ബോത്തും ഗേൾസ് വരുന്നത്? 500 പേഴ്സിൽ ബോത്തും ഗേൾസ് ആണ്. ബോത്തും ബോയ്സ് ഉള്ളത് 450 പേഴ്സ് ആണ്. അതിൽ അറ്റ്ലീസ്റ്റ് എ ബോയ് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ വൺ ബോയ് ആൻഡ് വൺ ഗേളിലും 1050 പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 2000 പേഴ്സ് ഒഴിവാക്കേണ്ട 500 പേഴ്സ് മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? 500 പേഴ്സിൽ ബോത്തും ഗേൾസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 1500 പേഴ്സിൽ അറ്റ്ലീസ്റ്റ് എ ബോയ് അല്ലെ? അറ്റ്ലീസ്റ്റ് എ ബോയ് ഉള്ള എത്ര പേഴ്സ് വരുന്നുണ്ട്? 1500 പേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഈക്വൽ ടു 1500 by 2000. 1500 by 2000. രണ്ട് സീറോ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 15 by 20. 15 by 20 is equal to 3 by 4. 15 by 20 equal to 3 by 4. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. One is asked to say a two-digit number. First sub-question, what is the probability of both the digits being the same? Second sub-question, what is the probability of the first digit being larger? Third sub-question, what is the probability of first digit being smaller? ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഇതിന് രണ്ടക്കങ്ങൾ തുല്യമാകാനുള്ള സാധ്യത എന്താണ്? സെക്കൻഡ് സബ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടക്ക സംഖ്യ, എത്ര രണ്ടക്ക സംഖ്യ ഉണ്ട്? ടോട്ടൽ എത്ര രണ്ടക്ക സംഖ്യ? ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ട്? ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്. ടോട്ടൽ നമ്പേഴ്സ് ഈക്വൽ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്. എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്? 92 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു 92 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്. അതില് രണ്ടക്കങ്ങൾ തുല്യമാകാനുള്ള സാധ്യത എന്താണ്? ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ വരുന്നത് 10ഉം ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ വരുന്നത് 99 ആണ്. അതിന്റെ ഇടയ്ക്ക് ബോത്ത് ഡിജിറ്റ്സും സെയിം ആകാനുള്ള സാധ്യത എത്രയാണ്? ബോത്ത് ഡിജിറ്റ്സ് സെയിം ആവുന്ന എത്ര നമ്പേഴ്സ് ആണുള്ളത്? 2 ഡിജിറ്റ് സെയിം തുല്യമാകുന്ന എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട്? അക്കങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 11, 22, 33, 44, 55, 66, 77, 88, 99. 9 ഡിജിറ്റ്സ് ആണ്. 9 നമ്പേഴ്സ് ആണ് ബോത്ത് ഡിജിറ്റ്സ് സെയിം ആവുന്നത്. ബോത്ത് ഡിജിറ്റ്സ് സെയിം ആവുന്ന 9 നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം. Probability of both digits being same is equal to probability of both digits being same equal to probability of both digits being same equal to 9 by 90. 9 by 90. 9 എണ്ണം ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം ആണ്. അത് ഏതൊക്കെയാണ് വരുന്നത്? 11, 22,
33, 44, 55, 66, 77, 88, 99. ഇത്രയും നമ്പേഴ്സ് ആണ് both digits being same ആവുന്നത്. 90-ല് 9 numbers both digits being same. 9 by 90. Lowest form of this, ഇതിന്റെ ചെറിയ രൂപം എന്താണ്? Equal to 1 by 10. 1 by 10. Lowest form of this is equal to 1 by 10. Okay? പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ്സ് ബീങ് ലാർജർ? ഫസ്റ്റ് ഡിജിറ്റ്സ് ബീങ് ലാർജർ. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ്സ് ബീങ് ലാർജർ? അതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡിജിറ്റ്. അപ്പൊ ഫസ്റ്റ് 10 നോക്ക്. 10-ല് ഫസ്റ്റ് ഡിജിറ്റ്സ് ലാർജർ ആണ് അല്ലെ? സെക്കൻഡ് ഡിജിറ്റ് 0 ആണ്. ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആണ്. ഈ 21, 20, 10, 11, 12 ഇപ്പൊ മാറി. 11 വരുന്ന സമയത്ത് ഫസ്റ്റ് ഡിജിറ്റ് സെയിം ആണ്. 12 വരുന്ന സമയത്ത് ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആയി പോയി. അങ്ങോട്ട് നോക്കണ്ട. 20-ല് ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആണ്. 21 ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആണ്. 22, 23, നെക്സ്റ്റ് 30, 31, 32, 40, 41, 42, 43, 44 സെയിം ആയി. 45 സെക്കൻഡ് ഡിജിറ്റ് ലാർജർ ആയി. 50, 51, 52, 53, 54. Next 60, 61, 62, 63, 64, 65, 70, 71, 72, 73, 74, 75, 76. Next 80, 81, 82, 83, 84, 85, 86, 87. Next last 90, 91, 92, 93, 94, 95, 96, 97, 98, 98. First one number 1, 1, 1. Second first one. First one number 1. Second 2. Third 3. Fourth 4. Fifth row 5 numbers. Sixth 6. And then next row 7. Next row 8. 9 is equal to 10, 20, 30, 40, 45. 45 numbers in both first digits larger ആണ്. 45 numbers first digits larger ആണ്. 45 numbers first digits larger ആണ് വരുന്നത്. ടോട്ടൽ എത്ര numbers ആണ് വരുന്നത്? എത്ര 2 digit numbers ഉണ്ട്? 92 digit numbers. ആ 92 digit numbers 45 numbers. 45 numbers first digits being larger വരും. 45 numbers first digits being larger. Probability of the first digits being larger is equal to, probability of the first digits being larger is equal to probability of the first digits being larger. First digits being larger equal to probability of the first digits being larger is equal to, first digits being larger is equal to 45 by 90. 45 by 90 equal to 1 by 2. 45 by 90 equal to 1 by 2. If both the digits being same, 9 numbers both the digits being same ആണ്. അതിൽ 45 numbers first digits being larger ആണ്. അങ്ങനെയാണെങ്കിൽ what is the probability of the first digits being smaller? What is the probability of the first digits being smaller is equal to
ഇതിൽ 90 നമ്പേഴ്സിൽ 45 നമ്പേഴ്സ് ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ, 9 നമ്പേഴ്സ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം ആണ്. 90 നമ്പേഴ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജറും 45 നമ്പേഴ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജറും 9 നമ്പേഴ്സ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം ആണ് വരുന്നത്. അങ്ങനെയാണ് 90 നിന്ന് 45 പ്ലസ് 9 സബ്ട്രാക്ട് ചെയ്യാം. 90 മൈനസ് 54 ഈസ് ഈക്വൽ ടു 36 നമ്പേഴ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ ആയിരിക്കും. 36 നമ്പേഴ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ ആയിരിക്കും. ഓക്കെ, probability of the first digits being smaller, probability of the first digits being smaller equal to smaller is equal to 90 minus 45 plus 9 divided by 90 is equal to 90 minus 54 by 90 is equal to 36 by 90. 36 by 90 is equal to 36 by 90. 36 by 90 ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ. Two dice with faces numbered from 1 to 6 are rolled together. What are the possible sums? Which of these sums has the maximum probability? 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാവാം? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക എന്താണ്? ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 2 ഡൈസ് ഒരേ ടൈമിലാണ് ഉരുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പേഴ്സ് നമുക്ക് കാണാം. ഒരു ഡൈസിന് 6 നമ്പേഴ്സ് ആണ് വരുന്നത്, മറ്റേ ഡൈസിന് 6 ആണ് കാണിക്കുന്നത്. അപ്പൊ ടോട്ടൽ പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ പേഴ്സ് ഈസ് ഈക്വൽ ടു 6 into 6 is equal to 36. Total pairs equal to 36. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡൈസ് ഉരുട്ടുമ്പോൾ നമുക്ക് 1 ആണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഡൈസ് ഉരുട്ടുന്ന സമയത്ത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4, 5, 6 വരെയുള്ള ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. പോസിബിൾ ഔട്ട്കം നമുക്ക് എങ്ങനെ എഴുതാം? 1 1 1 1 1 2 1 3 1 4 1 5 1 6 ഇങ്ങനെ എഴുതാം. നമുക്ക് പേഴ്സ് എഴുതാം. ഇത് ഫസ്റ്റ് ഡൈസ് ഉള്ളുന്ന സമയത്ത് വരുന്ന 2 ആണെങ്കിൽ നെക്സ്റ്റ് ഇതിൽ 2 1 ആവാം, 2 2 ആവാം, 2 3 വരാം, 2 4 ആവാം, 2 5 and 2 6 ആവാം, and 2 6. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 3 1 3 2 3 3 3 4 3 5 3 6. Next 4 1 4 2 4 3 4 4 4 5 4 6. പിന്നെ next 5 1 5 2 5 3 5 4 5 5 5 6. And last 6 ആണ് വരുന്നത്. 6 1 6 2 6 3 6 4 6 5 and 6 6. അങ്ങനെ 36 പേഴ്സ് ആണ്. ഇതിൽ സമ്മ് 1 ആവാനുള്ള പ്രോബിലിറ്റി നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. സമ്മ് ഒരിക്കലും 1 ആവാൻ 2 എണ്ണം ഏതെങ്കിലും എന്തായാലും ചുരുങ്ങിയത് 2 എങ്കിലും കിട്ടും.
ഇവിടെ നമുക്ക് 1 കിട്ടില്ല. 1 1. Sum is 2. Sum is 2. Probability equal to sum is 2. Total 36 pairs ആണുള്ളത്. Sum is 2. Sum 2 ആവാം. Sum 2. Sum is 2. Sum is 2. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി എന്ത് വരും? പ്രോബബിലിറ്റി ഈക്വൽ ടു സം ഈസ് 2 പ്രോബബിലിറ്റി ഈക്വൽ ടു സം 1 1. ഇത് മാത്രമാണ് 2 ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 36 പേഴ്സിൽ ഒരു പേഴ്സിന്റെ സം മാത്രമാണ് 2 ആവുന്നത്. ഈസ് ഈക്വൽ ടു 1/36. 1/36. ഓക്കെ. ഇനി സം 3 ആവുന്നത് നോക്കാം. സം ഈസ് 3. സം ഈസ് 3. നമുക്ക് സം ഈസ് 3. 1 2 2 1. അതല്ലാണ്ട് വേറെ വരുന്നില്ല. 3 വരുന്നില്ല. 1 2 2 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 2/36. Probability is equal to 2/36. Okay. And sum of 4 വരുന്ന എത്ര പേഴ്സ് ഉണ്ട് നോക്കാം. Sum is 4. Sum is 4. എത്ര പേഴ്സ് ആണ് വരുന്നത് നോക്കാം. Sum is 4 3 1. പിന്നെ 3 1 1. പിന്നെ 2 2 4. പിന്നെ 1 3. 3 1 and 1 3. 2 2. 3 1 and 1 3 2 2. Only 3 1 and 1 3 2 2 is equal to 3/36 is equal to 3/36. Sum is 4. Sum is 4 is equal. Sum is 4. Probability is equal to 3/36. Probability is equal to 3/36. Probability is equal to 3/36. Okay. And sum 5. Sum is 5 is equal to. Sum is 5 is equal to. Sum is 5. 4 1 5. 2 3 5. 3 2 5. 4 1 5. 4 1 5. 4 pairs. Is probability is equal to. Probability is equal to. Probability is equal to 4 by. Probability is equal to 4/36. Probability is equal to 4/36. And sum is 6. Sum is 6 equal to. Sum is 6. Probability equal to. Probability equal to. Probability equal. Sum is 6. 1 5 6. 2 4 6. 3 3 6. 4 2 6. 5 1 6. എത്ര പേഴ്സ് ആണുള്ളത്? 5/36. 5/36. എത്ര പേഴ്സ് വരുന്നുണ്ട്? 5/36. This is 5. 5/36. Sum is 6. And sum 7 നോക്കാം. Sum is 7. Sum is 7. Sum is 7. Sum is 7. 7 വരുന്നത് നോക്കാം. 6 1 7. 2 5 7. 3 4 7. 4 3 7. 5 2 7. 6 1 7 is equal to. Probability is equal to. Probability is equal to 6/36. Probability is equal to 6/36. Okay. And sum 8. Sum 8 ആവുന്ന ഏതൊക്കെ പേഴ്സ് ആണ്? Sum is 8. Sum is 8. Sum is 8. 2 6. 3 5. Sum is 8. 4 4. 5 3. 6 2. 5/36. Probability is equal to. Probability is equal to. Probability is equal to
5 by 36. Probability is equal to 5 by 36. And sum is nan. Sum is nan equal to. Sum is nan equal to. Sum is nan. Sum is nan is equal to. Nan ഏതൊക്കെ വരുന്നത് 6 2. Nan 3 6. 3 6. 5 4. 6 3. Sum is nan is equal to. Sum is nan is equal to. ഏതൊക്കെ പേഴ്സ് ആണ് വരുന്നത് 3 5. Sum is nan 3 6. 4 5. 5 4. 6 3. 4. Probability is equal to 4 by 36. 4 by 36. Probability is equal to 4 by 36. 4 pairs ആണ് sum is nan ആവുന്നത്. Sum is nan. And നമുക്ക് നോക്കാം sum is 10 ആവുന്ന എത്ര? Sum is 10 is equal to. Sum is 10. Sum is 10 is equal to. Sum 10 ആവുന്ന ഏതൊക്കെയാ നോക്കാം. Sum 10 is equal to. Sum 6 4 6. 4 6. 5 5. 6 4. അപ്പോൾ എത്രയാണ് വരുന്നത് 3 by 36. 3 by 36 equal to 3 by 30. Sum is 10 ആണ് 3 by 36 ആണ് 3 by 36. Sum is 11 is equal to. Sum is 11. Sum is 11 is equal to. Sum is 11 is equal to. Probability equal to. Sum is 11. 5 6 and 6 5. 5 6 and 6 5 is equal to 2 by 36. 2 by 36. Sum is 12 is equal to. Sum is 12. Last sum is 12 is equal to. Probability is equal to 6 6 and 12 വരുന്നു. 6 plus 6 ആണ് 12 വരുന്നത്. ഒറ്റ പേഴ്സിൽ മാത്രമേ 12 വരുന്നു. is equal to 1 by 36. 1 by 36. Okay. 1 by 36 ആണ്. Which of these sums are maximum probability? Maximum probability വരുന്ന ഏതാണ്? Sum is 2 വരുമ്പോഴാണോ 5 വരുമ്പോൾ ഏത് സം വരുന്ന സമയത്താണ് മാക്സിമം പ്രോബിലിറ്റി വരുന്നത്? Maximum probability is equal to. Sum is 7. Sum is 7 is equal to 6 by 36. Sum is 7 is equal to. Sum is 7 is equal to 6 by 36. That is the maximum probability. Maximum probability when the sum is 7. Sum is 7. That is 6 by 36. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളടങ്ങിയ PDF ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. താങ്ക് യു.